ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ, അതുപോലെ തന്നെ ലിവർപൂൾ അവരുടെ കോച്ചിനെ മാറ്റിയിട്ടുണ്ട്. ഈ രണ്ട് സംഭവത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിനെ കുറിച്ച് പറയുമ്പോൾ, ഫൈനൽ കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ആഴ്സണലിന്റെ ഗെയിം സ്റ്റൈലിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കുറേ ഫാൻസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഒപ്പം കിലിയൻ എംബാപ്പയെ കോർണർ ചെയ്യുന്ന കുറെ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് തന്നെ ആദ്യം സംസാരിച്ചു തുടങ്ങണം. ആഴ്സണലിന്റെ ഗെയിം സ്റ്റൈൽ ഉള്ളത് പറയുകയാണെങ്കിൽ, എനിക്ക് ആ ഗെയിം സ്റ്റൈൽ ഇഷ്ടമേ അല്ല. ഞാൻ ഈ ലൂയിസ് എൻറിക്കെ, പെപ് ഗാർഡിയോള, ഇവരുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, ഞാൻ ഈ ഡിഫെൻസീവ് ഗെയിം സ്റ്റൈലുള്ള ടീമിൻ്റെ ഗെയിമൊക്കെ കാണാറുണ്ട്. ഇറ്റലിയുടെ ഗെയിം കാണാറുണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡ്, ഇപ്പോൾ ആഴ്സണൽ, ഇവരുടെ ഗെയിമൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷേ അത് ഒരു ബ്യൂട്ടിഫുൾ സാധനമാണ്, അതിങ്ങനെ ഉറങ്ങാതെ ഇരുന്ന് കാണാൻ പറ്റും എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. അത് അങ്ങനത്തെ സംഭവമാണ്. പക്ഷേ അതിന് നമ്മൾ ട്രോളേണ്ട ഒരാവശ്യവുമില്ല. അതാണ് എൻ്റെ നിലപാട്. അതാണ് ഓരോ ടീമിനും അതുപോലെ തന്നെ ഓരോ കോച്ചിനും യുണീക്ക് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ കാണും, അവരുടേതായിട്ടുള്ളൊരു ഗെയിം സ്റ്റൈൽ കാണും, അവരുടേതായിട്ടുള്ളൊരു പ്ലാൻ കാണും, അവരുടേതായിട്ടുള്ള ഒരു ടാക്ടിക്സ് കാണും. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇതേ ഗെയിം സ്റ്റൈൽ വെച്ചിട്ടല്ലേ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നേടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം സ്റ്റൈല് ഒരു പ്രശ്നമാണ് എന്നൊരു നിലപാട് എനിക്കൊന്നുമില്ല. ഇതിനെ ട്രോളേണ്ട ഒരു സാധനമല്ല ഇത് എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതേ ഗെയിം സ്റ്റൈൽ വെച്ചിട്ട് തന്നെയാണ് അവരിപ്പോഴും ആ ഒരു, അതായത് കഴിഞ്ഞ ഇപ്പം 4 സീസൺ നോക്കി കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഈ ഒരു സ്പോട്ടിലാണ് അവരുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു ഡിഫെൻസീവ് ഗെയിം സ്റ്റൈൽ വെച്ചിട്ട് അവർക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നതാണ്. അതായത് ഒരു മാച്ചിനെ സംബന്ധിച്ച് 3 പോയിന്റ് നേടിയെടുക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നന്നായിട്ട് കളിച്ചാലും ശരി, കളിച്ചില്ലെങ്കിലും ശരി. നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ആരാധകർക്ക് അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഗുണമൊന്നുമില്ല. നന്നായിട്ട് കളിച്ച് തോറ്റാലും ആരാധകർക്ക് സങ്കടം തന്നെ തോന്നുള്ളൂ, നന്നായിട്ട് കളിച്ചില്ല ജയിച്ചാലും ആളുകൾ സന്തോഷപ്പെടുക തന്നെ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിം സ്റ്റൈലിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു ആഴ്സണൽ ഫാനാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വറീഡാകേണ്ട ആവശ്യമേ ഇല്ല, ഇഗ്നോർ ചെയ്ത് അങ്ങ് പോവുക. ഇനി കിലിയൻ എംബാപ്പയുടെ കാര്യത്തിലേക്ക് വരാം. എംബാപ്പയായിട്ട് ഒരു ബന്ധവുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. PSG കപ്പടിച്ചു. PSG പ്ലെയർ ആണോ എംബാപ്പെ? അല്ല, എക്സ് പ്ലെയർ ആയിരുന്നു. എംബാപ്പയുടെ സമയത്ത്, എംബാപ്പയുടെ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു PSG ഫൈനൽ വന്നിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിന്റെ. നെയ്മർ ഉണ്ടായിരുന്നു. നെയ്മറിന്റെ ഒരു മികച്ച പെർഫോമൻസ് നമ്മൾ കണ്ടിരുന്നു. ഞാൻ നെയ്മർ പോയത് മുതൽ ഈ ഒരു PSG ഗെയിം കാണുന്ന ആളാണ്. അതിന് കാരണം നെയ്മറാണ്. നെയ്മറിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്നവര്, കളിപ്പിക്കുന്ന കോച്ച്, ടീം, ഇവരെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇവരുടെ ഗെയിമൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. എന്നെ സംബന്ധിച്ച് ഫുട്ബോൾ ഞാൻ അഡിക്റ്റ് ആണ്. ഞാൻ എല്ലാ മാച്ചും ഇങ്ങനെ ഇരുന്ന് കാണും. ഏറ്റവും അതായത് ഒരു സിനിമയേക്കാൾ കൂടുതൽ ഞാൻ ഫുട്ബോൾ മാച്ചസ് ആണ് കണ്ടിട്ടുള്ളത്. അതായത് ഇപ്പൊ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ ഫുട്ബോൾ മാച്ചസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. എന്നെ സംബന്ധിച്ച് അത് എന്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഉള്ള കുറച്ച് പ്ലേയേഴ്സിന്റെയും കുറച്ച് ടീമിന്റെയും ഗെയിമൊക്കെയാണ്. അപ്പൊ നെയ്മർ പോയ അന്ന് മുതൽ ഞാൻ PSG ഗെയിം കാണുന്നതാണ്. ആ ഒരു സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആകെ കൊള്ളാവുന്ന ഒരു കോച്ചിനെ PSG നിയമിച്ചത് ഇപ്പൊ നിലവിൽ ഇംഗ്ലണ്ടിന്റെ കോച്ചായിട്ടുള്ള ആ ഒരു കോച്ചിനെയാണ്, തോമസ് തുഷേലിനെയാണ്. അല്ലാതെ വേറെ ഒരു കോച്ച് അവിടെ വന്നതായിട്ട് എനിക്കറിയത്തില്ല. ആ ഒരു സമയത്ത് കളിപ്പിച്ചിട്ടുള്ള എല്ലാ കോച്ചും ആവറേജ് ഒക്കെ തന്നെയായിരുന്നു. മെസ്സി, നെയ്മർ, എംബാപ്പെ ഇവര് അറ്റാക്കിങ്ങിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഉള്ള കോച്ചാരായിരുന്നു? അന്ന് ലൂയിസ് എൻറിക്കെ പോലെ ഒരു കോച്ച് കിട്ടിയിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഇവർക്ക് നേടാൻ പറ്റുമായിരുന്നു ചാമ്പ്യൻസ് ലീഗൊക്കെ. അതായത് ഒരു കോച്ച്, അദ്ദേഹത്തിന്റെ ഒരു സിസ്റ്റം, ഇതൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ PSG. ഈ ഒരു തോമസ് തുഷേലിന്റെ കീഴിൽ ഇവർ ഫൈനലിലെത്തിയാണ്. ഫൈനൽ അത്യാവശ്യം നന്നായിട്ട് തന്നെയായിരുന്നു ഇവർ കളിച്ചിരുന്നത്. ഒരു ഗോളിനൊന്നാണ് തോറ്റിരുന്നത്. ആ ഒരു ഫൈനലൊക്കെ ഞാൻ കണ്ടിരുന്നതാണ് ലൈവ്. അതും അന്നത്തെ ഒരു ഹാൻസി ഫ്ലിക്കിന്റെ ഒരു വേറെ ലെവൽ ടീമായിരുന്നു ആ ഒരു ബയൺ. ആ ബയണിനെതിരെയായിരുന്നു അന്ന് ഫൈനൽ നടന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരുന്നു അവർ തോറ്റിരുന്നത്. അപ്പോൾ ഈ കാരണം ആ ഒരു എംബാപ്പെ ആ സമയത്ത് അവിടെ കളിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കോച്ചില്ല, നല്ല രീതിയിലുള്ള ഒരു സിസ്റ്റം ഇല്ല, അതൊന്നും ഇല്ലായിരുന്നു അവിടെ. അതിനുശേഷമാണ് അദ്ദേഹം ആ ഒരു ഈ ലൂയിസ് എൻറിക്കെ വരുന്നത്. ലൂയിസ് എൻറിക്കെ വന്നു ഫസ്റ്റ് സീസൺ എംബാപ്പെ ഉണ്ടായിരുന്നു. ലൂയിസ് എൻറിക്കെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന ഒരു കോച്ചാണ്. അപ്പൊ അദ്ദേഹം ഫസ്റ്റ് സീസണിൽ ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തു. സെക്കൻഡ് സീസൺ മുതലാണ് ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സംഭവം വരുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 സീസൺ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ചാമ്പ്യൻസ് ലീഗ് വരെ നേടി വളരെ കംഫർട്ടബിൾ ആയിട്ട് പോയി. അപ്പൊ അത്രയേ ഉള്ള ഒരു സംഭവം. ഇനി റയലിൽ പോയിട്ട് റയലിന് കപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൂടെ പറയുന്ന ആൾക്കാരുണ്ട്. റയലിലെ പ്രശ്നം എന്താ? റയലിലെ മിഡ്ഫീൽഡിൽ ഒരു എൻജിൻ പ്ലെയർ ഇല്ല, ടോണി ക്രൂസ് പോയി. പിന്നെ പ്രോപ്പർ ആയിട്ട് ഇപ്പൊ ഈ ഒരു സീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ കോച്ചില്ല.
ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് റയൽ കളിക്കുന്ന ഒരു ഗാലക്റ്റിക്കോസിലാണ്. അപ്പൊ അവിടെ ചെറിയ ഈഗോ ക്ലാഷ് പരിപാടിയൊക്കെ വരും. ഡിഫൻസ് പ്രോപ്പർ അല്ല, ഇങ്ങനെ കുറെ പ്രശ്നം ടീമിലുണ്ട്. ടീം സെറ്റ് ടീമൊന്നുമല്ല, അവിടെ കുറെ കിടിലൻ പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി പോലത്തെ ഒരു ടീമല്ല അത്. അതാണ് അവിടെ പ്രശ്നം. അവിടെ ഒരു കോച്ച് വന്ന് പ്രോപ്പർ ബിൽഡായി അവർ ഒരു ഫാമിലി പോലെ കളിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ അവർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായി മാറും. അപ്പൊ അത്രേ ഉള്ളൂ. ഇതില് എംബാപ്പെ ട്രോളുന്ന ആൾക്കാരോട് എനിക്ക് എന്താ പറയണം, എനിക്കറിയുന്നില്ല. നിങ്ങൾ എന്ത് കിട്ടിയാലും ട്രോളുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എംബാപ്പയൊക്കെ ഞാനും കുറെ ട്രോളിയിട്ടുള്ളതാണ്. ഞാൻ എംബാപ്പെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചാൽ ഞാനും കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എംബാപ്പെ കോർണർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു നിലപാട്. ഇതിപ്പോ കുറെ ആൾക്കാർ അങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അവരുടെ ഇഷ്ടം അവർ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചത് എന്താണോ അത് തന്നെയായിരുന്നു മത്സരം. ഞാൻ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു മത്സരം അത്രയ്ക്കൊക്കെ ഉള്ളായിരുന്നു എന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഗോൾ, അത് കിടിലൻ ഗോളായിരുന്നു കൈ ഹവേർട്സ് അടിച്ചത്. കീപ്പറിന്റെ, ഇതിനു മുമ്പ് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, കീപ്പറിന്റെ നേരെ മുകളിൽ കൂടെ ഒരു ബോൾ പോയി കഴിഞ്ഞാൽ, തലയ്ക്ക് മുകളിൽ കൂടെ ഒരു ബോൾ പോയി കഴിഞ്ഞാൽ അതിന് വലിയ പവർ ഇല്ലെങ്കിൽ പോലും അത് കീപ്പറിന് സേവ് ചെയ്യുന്നത് കഷ്ടമാണ്. കാരണം രണ്ട് കൈ താഴെ ആയിരിക്കും, ആ കൈ മുകളിലോട്ട് എത്തിക്കുന്നതിന് മുമ്പ് ബോൾ അകത്തു. ഇത് കീപ്പർ അത് ഗോൾ പോസ്റ്റിൽ നിന്നിട്ടുള്ളവരാണെങ്കിൽ, നിങ്ങൾ കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ പൊസിഷൻ ഏതും ആകട്ടെ, ഗോൾ പോസ്റ്റിലൊക്കെ ചുമ്മാ ട്രെയിനിങ്ങിനൊക്കെ സമയത്ത് നിന്നിട്ടുള്ളവരാണെങ്കിൽ അതറിയാൻ പറ്റും. അത് പോവും, ഗോൾ പോവും, അത് പെട്ടെന്നൊന്നും തടയാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് സംഭവം. കിഡിലം ഫിനിഷ് ആയിരുന്നു. ആൾ ഇൻസൈഡിൽ കട്ട് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ കട്ട് ചെയ്ത് ആ ഒരു ആംഗിൾ വരെ കൊണ്ടുപോയിട്ട് ആൾ അടിച്ചു കയറ്റി. പിന്നെ അടുത്തത് അറിയാലോ, പെനാൾട്ടി. പിന്നെ പെനാൾട്ടി ഷൂട്ട് ഔട്ട് വരെ സംഭവം എത്തി. പെനാൾട്ടി ഷൂട്ട് ഔട്ട് കഴിഞ്ഞിട്ട് ആ ഗബ്രിയേലിനെ ട്രോളുന്ന കുറെ ആൾക്കാരെ കണ്ടിരുന്നു. ഈ മത്സരത്തിൽ ഗബ്രിയേൽ ഇല്ലെങ്കിൽ പെനാൾട്ടി ഷൂട്ട് ഔട്ട് വരെ പോകേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു, അതിനു മുമ്പ് കളി തീരുമായിരുന്നു. പെനാൾട്ടി ഷൂട്ട് ഔട്ട് എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യത്തിന്റെ ഒരു പരിപാടിയാണ്. അത് ഭാഗ്യം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയാണത്. അതിലിപ്പോ ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല. വെളിയിൽ അടിച്ചു കളഞ്ഞു, അകത്ത് പോയി സൂപ്പർ താരങ്ങൾ വരെ പെനാൾട്ടി വെളിയിലൊക്കെ അടിച്ചു കളഞ്ഞിട്ടുണ്ട്, പെനാൾട്ടി മിസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു ഭാഗ്യത്തിന്റെ ഒരു പരിപാടിയാണ്, ഒരു ലക്കി പരിപാടിയാണ്. അപ്പൊ അത് അങ്ങനത്തെ ഒരു സംഭവമാണ്. അല്ലാതെ ഗബ്രിയേൽ ഇല്ലെങ്കിൽ ആ ഫൈനലി എനിക്ക് തോന്നുന്നില്ല അത് പെനാൾട്ടി വരെ പോകുന്നു ഈ മാച്ച്. അതിന് മുമ്പ് തീരുമായിരുന്നു മാച്ച്, അതിനുള്ളതെല്ലാം ഉണ്ടായിരുന്നു മാച്ചിൽ. അതായത് ഇവർ ഫസ്റ്റ് ഗോൾ അടിച്ചതിന് ശേഷം ഇവർ ആ ഒരു ഡിഫൻസീവ് ഗെയിം അങ്ങനെ തന്നെ കൊണ്ടുപോയി. അറിയാലോ, അത് തന്നെയാണ് സംഭവിച്ചത്. ഇടയ്ക്കൊക്കെ കിട്ടിയ അവസരങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഉപയോഗിച്ചെങ്കിലും ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഞാൻ കണ്ടിരുന്നില്ല. പി എഫ് സിയുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് ഗെയിം അത് കളിക്കുകയും ചെയ്തിരുന്നു. പി എഫ് സിക്ക് പക്ഷെ കുറച്ച് പ്രശ്നമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പി എഫ് സി സാധാരണ അറ്റാക്കിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡിഫൻസിനും അതുപോലെ തന്നെ ആ ഒരു ഗോൾ കീപ്പറിന് ഇടയിലുള്ള ആ ഒരു സ്പേസ് ആണ്. ആ ഒരു സ്പേസ് ഈ മാച്ചിൽ കൂടുതലായിട്ട് കിട്ടിയില്ല. ആദ്യത്തെ തുടക്കത്തിലൊക്കെ 2-3 ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, സ്പേസ് കിട്ടിയ ഒരു ഫാബിയൻ റൂയിസ് ഓടിയപ്പോൾ ബോൾ ഇട്ട് കൊടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു തുടക്കത്തിൽ, ഗോൾ വന്നതിന് ശേഷം, ഫസ്റ്റത്തെ ഒരു കൈ ഹവേർട്സിന്റെ ഗോൾ വന്നതിന് ശേഷം. അങ്ങനത്തെ 2-3 ഇൻസിഡന്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമുക്കങ്ങനെ വലുതായിട്ട് അതുപോലത്തെ മൂവ്മെന്റ്സ് കുറവായിരുന്നു ഈ മാച്ചിൽ. ബയന്റെ മാച്ചൊക്കെ കണ്ടവർക്ക് അറിയാം, ബയൻ പി എഫ് സി മത്സരത്തിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പി എഫ് സിയുടെ അറ്റാക്ക് എല്ലാം അതായിരുന്നു. ഫസ്റ്റ് ലെഗിലെ മാച്ചിൽ പി എഫ് സി അടിച്ച രണ്ടെണ്ണം സെറ്റ് പീസ് ഗോളാണ്. അതല്ലാതെ അടിച്ച 3 ഗോൾ ഇതുപോലത്തെ ഒരു കീപ്പറിനും ഡിഫൻസിനും ഇടയിലുള്ള സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള അറ്റാക്കുകളിലൂടെ വന്നിട്ടുള്ള ഗോളുകളായിരുന്നു. അത് കിടിലനായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്ത് നന്നായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. ലൂയിസ് എൻറിക്കയുടെ ടീം ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പൊ അങ്ങനെയാണ് അവരുടെ ആ ഒരു സിസ്റ്റം പോകുന്നത്. ഈ ഒരു മാച്ചിൽ അത് അത്ര കണ്ട് വർക്കായില്ല. അതാണ് ഗോളുകൾ പകരമായിട്ട് വരാത്തത്. കൂടുതൽ അവസരങ്ങൾ അതായത് പ്രോപ്പർ ക്ലിനിക്കൽ അവസരങ്ങൾ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റാതെ പോയത് അതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും എനിക്ക് ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനുള്ളൂ. പി എഫ് സി കപ്പടിച്ചു. പിന്നെ ഈ ഒരു ആൽഫന്റെ കാര്യം, ആൽഫണൽ അൺലക്കിയാണ്. ആൽഫണൽ ഈ ഒരു ടൂർണമെന്റ് മൊത്തത്തിൽ ഒരു മത്സരം തോറ്റിട്ടില്ല, ഒരു മത്സരം. പക്ഷെ ആൽഫണലിന് കപ്പുമില്ല. അത് ഈ 2006 ആൽഫണൽ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ വന്ന സമയത്ത് അവര് ആകെ തോറ്റത് ഒരു കളിയാണ്, അത് ഫൈനലാണ്. ബാഴ്സയ്ക്കെതിരെ 1-2 ഗോളുകൾക്ക്. അതല്ലാതെ വേറെ മാച്ച് തോറ്റിട്ടില്ല. അത്രയും, അതായത് ഫുള്ളായിട്ട് ആ ഒരു സീസൺ മൊത്തം നന്നായിട്ട് കളിച്ചു. അവസാനം ഒന്നുമില്ലാത്ത ഒരവസ്ഥയായി. അത് ഈ സീസണിൽ അതേപോലത്തെ ഒരു അവസ്ഥയാണ്. അൺലക്കി, അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഒരു കപ്പ് അവർക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്, പ്രീമിയർ ലീഗ്. അത് തന്നെ ഒരു വലിയ കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കഴിഞ്ഞ 3 സീസണിന്റെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ ഇനിയുള്ള സീസണുകളിലും അവർക്ക് ആ ഒരു കിടിലം ഗെയിം അതുപോലെ തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കണ്ടറിയാം അടുത്ത സീസണൊക്കെ എന്താകുമെന്ന്. അപ്പോൾ നമുക്ക് ഇനിയാണ് സംസാരിക്കേണ്ട മറ്റൊരു ടോപ്പിക്. അതായത് ലിവർപൂൾ അവരുടെ കോച്ചിനെ പുറത്താക്കി. വളരെ നല്ല തീരുമാനം.
വളരെ വളരെ നല്ല തീരുമാനം. ഇതിന് അതായത് അഭിപ്രായമുള്ള കുറെ ആൾക്കാർ കാണും. ഐ ഡോണ്ട് കെയർ. വളരെ നല്ല തീരുമാനം. അതായത് ഈ ഒരു സൈഡിൽ കൂടെ ഈ ബാഴ്സലോണയുടെ ട്രാൻസ്ഫറിന്റെ സംഭവങ്ങൾ ഇങ്ങനെ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത സൈഡ് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു സംഭവം ഇതിന്റെ ഇടയിലായിരുന്നു കൊണ്ടുവച്ചിരുന്നത്. ലിവർപൂൾ കോച്ചിനെ സാക്ക് ചെയ്തു. പകരം വരുന്നത് ആന്റണി ഇരിയോളയാണ്. ബോൺമൗത്തിന്റെ കോച്ചായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതാണ്. ആ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു റൂമർ വന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ലിവർപൂളിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കുറെ കാലമായി ഫുട്ബോൾ കാണാൻ തുടങ്ങിയിട്ട്. ഒരു ടീമിനെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ടീമിന്റെ പ്രശ്നം എന്താണ് എന്നത് ഒരു ഏകദേശം ഐഡിയ കിട്ടും. ഈ ലിവർപൂളിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോച്ചിന്റെ ഗെയിം സ്റ്റൈൽ, അദ്ദേഹത്തിന്റെ പ്ലാനുകൾ, അദ്ദേഹത്തിന്റെ ടാക്ടിക്സ് ഒന്നും വർക്കാകുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റൂല. എന്തെങ്കിലുമൊക്കെ വർക്കാകുന്നുണ്ടെങ്കിൽ പോലും അടുത്ത സീസൺ കൊടുക്കാം, അടുത്ത സീസണിൽ അത് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നു. പക്ഷെ ഒരു പിണാക്കും വർക്കാകുന്നില്ല. ആർനെ സ്ലോട്ട് സംബന്ധിച്ച് കഴിഞ്ഞ സീസണിൽ ഇവർ പ്രീമിയർ ലീഗ് നേടിയതാണ്. പ്രീമിയർ ലീഗ് നേടിയെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ വലിയ രീതിയിലാണ് അവർ നേരത്തെ തന്നെ അവർ പുറത്തായി. PSG തോറ്റാണ് പുറത്തായത്. അത് മാത്രമല്ല അവിടെ ഒരു ഇമ്പാക്റ്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല ചാമ്പ്യൻസ് ലീഗിൽ. ആ നോക്കൗട്ട് മത്സരത്തിൽ അത് കണ്ടവർക്കറിയാം. ലീഗ് സ്റ്റേജിൽ അവർ 1ാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തിരുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരുന്നു. എന്നാൽ അവരുടെ ഗെയിം കണ്ട സമയത്ത് എർഗൻ ക്ലോപ്പ് ആയിരുന്നല്ലോ അതിന് മുമ്പത്തെ ലിവർപൂളിന്റെ കോച്ച്. ആ ഗെയിമുമായിട്ട് എനിക്കൊരു വ്യത്യാസവും തോന്നിയിരുന്നില്ല, ഒരു വ്യത്യാസവും. അതേ ക്ലോപ്പിന് പകരം അവിടെ ആർനെ സ്ലോട്ട് നിൽക്കുന്നു എന്നല്ലാതെ വേറൊരു വ്യത്യാസവും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഈ സീസണിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ടാക്ടിക്സ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അത് പാളി, മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. അദ്ദേഹം വിചാരിച്ച സംഭവങ്ങളൊന്നും അവിടെ വർക്കായില്ല. ടീം മൊത്തത്തിൽ ഗുദാഗവ. അപ്പൊ ആ ഒരു പരിപാടി അവിടെ സംഭവിച്ചു. അതാണ് ഈ ഒരു സീസൺ മൊത്തം നമ്മൾ കണ്ടത്. എന്നാൽ ലിവർപൂൾ മാനേജ്മെന്റ് ചെയ്ത ഒരു കിടിലൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് കോച്ചിനെ പറഞ്ഞു വിട്ടില്ല. അത് വലിയൊരു കാര്യമാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 80% ഇടയ്ക്ക് വെച്ച് കോച്ചിനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ആ ഒരു സീസൺ പോയതായിട്ട് കണക്കാക്കിയാൽ മതി. ഏറ്റവും വലിയ ഉദാഹരണം ചെൽസിയാണ്, അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് ആണ്. ഇനി നേരെ തിരിച്ചു സംഭവിക്കും. കോച്ചിനെ മാറ്റിക്കഴിഞ്ഞാൽ പുതിയൊരു കോച്ച് വന്നു കഴിഞ്ഞാൽ ആ കോച്ച് ടീമിനെ സെറ്റാക്കി എടുക്കും. ഏറ്റവും വലിയ ഉദാഹരണം യുണൈറ്റഡ് ആണ്. യുണൈറ്റഡ് 7ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് എത്തി മൈക്കൽ കാരിക്ക് വന്നതിന് ശേഷം. അതേസമയം യുണൈറ്റഡിന്റെ കോച്ച് യുണൈറ്റഡ് ആ ഒരു കോച്ചിനെ പുറത്താക്കാതിരുന്നതെങ്കിൽ എന്നാൽ പോലും അവരൊരു 6-5 ആ ഒരു ലെവലിൽ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കീഴിൽ, യുണൈറ്റഡിന്റെ മുൻ കോച്ചിന്റെ കീഴിൽ ഒന്ന് സെറ്റായി വന്നു. അപ്പോഴേക്കും ആ ഒരു ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻ എന്ന് പറഞ്ഞ് കുറെ എണ്ണം പോയി. ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രഗിളായി. അപ്പൊ അതായിരുന്നു അന്ന് സംഭവിച്ചിരുന്നത്. പിന്നെ അദ്ദേഹം ആ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാനേജ്മെന്റ് അങ്ങ് തൂക്കി വെളി കളഞ്ഞു. അപ്പൊ അതായിരുന്നു യുണൈറ്റഡ് മാനേജ്മെന്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അത് അവിടെ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ ഇവിടെ ലിവർപൂൾ ഇടയ്ക്ക് വെച്ച് കോച്ചിനെ പുറത്താക്കി കഴിഞ്ഞാൽ സീസൺ പോയി. പിന്നെ ഒരു കോച്ച് വന്ന് ആ കോച്ചിനെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ റയലിന്റെയും ചെൽസിയുടെ ഇൻസിഡന്റ്. പിന്നെ നേരെ തിരിച്ചു സംഭവിക്കും, പക്ഷെ അത് വളരെ റെയറാണ്. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, കേരള ബ്ലാസ്റ്റേഴ്സിൽ നോക്കിയാൽ മതി. ആദ്യത്തെ സീസൺ സ്റ്റാർട്ട് എങ്ങനെയായിരുന്നു, സീസൺ എൻഡിങ് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു. അതായത് ഒരു കോച്ച് വന്നു കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നൊന്നുമല്ല. ഈ തോമസ് തുഷ്യൽ ഇടയ്ക്ക് കണ്ട വെച്ചിട്ടായിരുന്നു ഈ ഒരു ചെൽസിയുടെ കോച്ചായിട്ട് വന്നത്. എന്നിട്ട് ചാമ്പ്യൻസ് ലീഗ് അടിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വന്ന് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു 80% ഒരു ഇമ്പാക്റ്റും ഇല്ലാതെ തൊലഞ്ഞു പോകാറാണ് പതിവ്. അപ്പൊ അത് അങ്ങനെ ഒരു റിസ്ക് എടുക്കാതെ ലിവർപൂൾ പോയത് വളരെ നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇരിയോളയാണ് ഇനിയുള്ള ഒരു കോച്ച് എന്ന് പറയുന്നത്. ആന്റണി ഇരിയോള ആള് ബോൺമൗത്തിന്റെ കോച്ചായിരുന്നു. ബോൺമൗത്തിനെ പല രീതിയിൽ ആ ഒരു ടീമിനെ വെച്ച് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആള് കൊടുത്തിട്ടുണ്ട്. ആ ടീമിനെ താഴെ നിന്നും ഇങ്ങനെ മേളോട്ട് മിഡ് ടേബിൾ ടീമൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആള് അവിടെ നിന്ന് ടീം പുറത്താക്കിയതല്ല, ആളായിട്ട് ടീം വിട്ടതാണ്. അപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ച് അടുത്ത സീസൺ ഒരു പുതിയ കോച്ചുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രീമിയർ ലീഗ് മൊത്തത്തിൽ മാറിയില്ലേ. അതായത് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഇപ്പോ മാഞ്ചസ്റ്റർ സിറ്റിക്ക് പുതിയ കോച്ചാണ്, അതുപോലെ തന്നെ ചെൽസിക്ക് പുതിയ കോച്ചാണ്, ഇപ്പൊ ലിവർപൂളിനും പുതിയ കോച്ചാണ്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ ഒരു സീസൺ പകുതി ഒരു കോച്ചായിരുന്നു, അദ്ദേഹം തന്നെയാണ് തുടരുന്നത്. എന്നാൽ പോലും ഒരു ന്യൂ കോച്ചാണ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും ഒരു പുതിയ കോച്ച് തന്നെയാണ്. അങ്ങനെ ആ ഒരു ബിഗ് ഫിക്സില് ഇനി 6ാമത്തെ ടീം, അതിന്റെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. അവർ 17ാം സ്ഥാനത്താണ്. അവരെ എന്താ പറയാ അതിനൊക്കെ കുറിച്ച്. ഈ ബാക്കിയുള്ള 5 ടീമിൽ
4 പുതിയ കോച്ചാണ്. ഒരു അഡ്വാൻറ്റേജ് ആൽഫണിനുണ്ട് അടുത്ത സീസണിൽ. നമ്മൾ അടുത്ത സീസണിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിന് മുമ്പ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.